പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. എല്ലാത്തിന്റെയും തുടക്കം ഈ ഭൂമി പൂജയാണെന്ന് കരുതിയാ മതി. അമ്മ വാ. സാർ, ഈ കാറിന് അല്പം പുറകിലോട്ട് ഇടാമോ? പുറകോട്ടുണ്ടോ? ആ, പുറകിലോട്ട്. ഞാൻ മാറ്റിയിട്ട് വരാം. ഓ, നിങ്ങൾ ചെല്ലി, ഞാൻ ഇട്ടിട്ട് വരാം. മാമേ അങ്ങോട്ടിട്ടാ പോരെ? ആ, അത് മതി സാർ. തിരുമേനി, ഈ ഫയലോട് പൂജയ്ക്ക് വെച്ചോളൂ. ഈ നിധി എവിടെ പോയി? മോനെ, അമ്മേ, എല്ലാ ഒരുക്കങ്ങളും റെഡി ആയിടോ മോനെ? റെഡിയായമ്മേ. അല്ല, അമ്മ എങ്ങനെ ഇവിടെ എങ്ങനെ വന്നു? ആ, ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സന്തോഷത്തിൽ ചോദിച്ചാണോ അതോ എന്തിനാ വന്നതെന്ന് ചോദിച്ചാണോ? എന്താ അമ്മ ഇത്? ഇപ്പൊ അമ്മ ഇവിടെ എത്തിയല്ലേ എന്തുമാത്രം സന്തോഷമായെന്നറിയോ? ദേ, അത്ര സന്തോഷം ഉണ്ടായിരുന്നെങ്കിലേ നീ എന്താ എന്നെ ഭൂമി പൂജയ്ക്ക് വിളിക്കാതിരുന്നേ? അത് പിന്നെ എന്റെ മരുമോൾക്ക് എന്നോടുള്ള സ്നേഹം പോലും മോനായി നിനക്ക് എന്നോടില്ല. ആ, ദേ, നീ അവളെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. അവള് തന്നെ എന്നെ വിളിച്ചത്. അത് ശരി. പിന്നല്ലാതെ അമ്മയെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞ അപ്പൊ തന്നെ ഗൗതം പറയും ഈശ്വരമംഗലത്തുനിന്ന് ആരെയും വിളിക്കണ്ടെന്ന്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഈ കാര്യത്തില് കുറച്ച് അനുസരണക്കിടങ്ങ് കാണിച്ചേക്കാണ്. അമ്മ ഇങ്ങനെ കൺമുമ്പിൽ കാണുമ്പോ എന്റെ ഈ കൊച്ചനുസരണക്കേടിനെ ഗൗതം അങ്ങ് ക്ഷമിക്കുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, ക്ഷമിച്ചിരിക്കുന്നു. അമ്മയോടുള്ള എൻ്റെ സ്നേഹം എനിക്ക് മറച്ചു വെക്കാനാവില്ല. അതേ സ്നേഹം ഇവരോടും കാണിച്ചാൽ പിന്നെ എല്ലാം കൈവിട്ടു പോകും. ഒട്ടും സോഫ്റ്റ് ആവരുത്. നീ എന്തിനാണ് അവിടെ വന്നത്? ഇവനെ ആരാ ക്ഷണിച്ചത്? ഇവൻ എന്റെ ചടങ്ങിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. പ്രണവിനെ ഞാൻ തന്നെയാ ഗൗതം ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. അമ്മയെ വിളിച്ചത് ഓക്കെ. അമ്മ എനിക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. അതുപോലെയാണ് ഇവൻ ചെയ്തൊക്കെ നീ മറന്നോ? പ്രണവ് എന്ത് ചെയ്തു ഗൗതം ഈ പറയുന്നേ? ഒരു നല്ല ചടങ്ങ് നടക്കുന്ന സ്ഥലം ഇത്. വെറുതെ സംസാരിച്ച കാര്യങ്ങൾ വഷളാക്കണ്ട. ഇവനെ ക്ഷണിച്ചു വരുത്തിയത് നീയാണെങ്കിൽ നീ തന്നെ ഇവനെ പറഞ്ഞോട്ടേക്ക്. കടന്നു പോടാ. ഗൗതം എന്താ ഇത്? പ്രണവ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിധി, അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കരുത്. എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പ്രണവിന് ഗൗതമിനോട് പകയോ വിദ്വേഷമോ ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ഷണിച്ച ഉടനെ അമ്മയുടെ കൂടെ പ്രണവ് ഇവിടേക്ക് വരുവോ? ഓരോ ദിവസം ഗൗതമിനെ എങ്ങനെ ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ആലോചിച്ച് നടക്കുന്ന ആളാണ് പ്രണവ്. ഗൗതമിന്റെ അനിയനല്ലേ ഇവൻ? അതൊന്ന് മനസ്സിലാക്ക്. നീ ബിസിനസ് തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോ എന്നേക്കാൾ അധികം സന്തോഷിച്ചത് ഇവനാ മോനെ. അതറിയോ നിനക്ക്? ഗൗതം, പ്ലീസ് പ്രണവിനെ വിളിച്ച് ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോ. വേണ്ട ഏട്ടത്തി, ഏട്ടൻ എന്നെ തല്ലുന്നെങ്കിൽ തല്ലിക്കോട്ടെ. ഏട്ടനെ ആൾക്കാരുടെ മുന്നിലിട്ട് തല്ലിയാലും ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കും. അതെന്റെ ആഗ്രഹമാണ്. ഏട്ടാ, സത്യമായിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. നീയുമായിട്ട് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവൻ നിനക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ തന്നെ ശിവാനിയോടും വസുവിനോടും വരെ കള്ളം പറഞ്ഞിട്ടാ ഇവൻ ഈ ഭൂമി പൂജ പങ്കെടുക്കാൻ വന്നത്. അത്രയ്ക്ക് സ്നേഹം നിന്നോട്. പറഞ്ഞില്ലേ, ഞാൻ അറിയേ ഏട്ടന്റെ അടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധം പറ്റി പോയിട്ടുണ്ടെങ്കിൽ അതിലും ഏട്ടന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് ഏട്ടന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം.
ഏയ്, ഏയ്. എന്തോന്നാടാ ഇത്? നീ എന്തേ കാണിക്കുന്നേ? ഇനി നീ എന്തെങ്കിലും തെറ്റെന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നീ എന്റെ അനിയനല്ലേ? ആ പോട്ടെ, എല്ലാം വിട്ടുകളാ. ഹലോ, ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏതാണ്ട് സെറ്റായി. ഞാൻ പറഞ്ഞ മുഹൂർത്ത സമയമായി. ആ, നീ ഉദ്ദേശിച്ച മുഹൂർത്ത സമയം ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇവര് വരാൻ വേണ്ടിയല്ല നീ ചടങ്ങ് നീട്ടിയത്. ആ പിന്നല്ലാതെ. അപ്പൊ നമുക്ക് ഭൂമി പൂജ അങ്ങ് തുടങ്ങിയാലോ? വാ. സാർ, ഇതാണ് എന്റെ അമ്മ, ഇതെന്റെ അനിയ. നമസ്കാരം അമ്മേ. നമസ്കാരം. എന്റെ മോനും മരുമോൾക്കും വേണ്ടി സാറ് ചെയ്തത് വലിയ ഉപകാരമാണ്. ഞാൻ വെറുതെ ചെയ്തതല്ല. ഗൗതമന്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. അമ്മയുടെ മോൻ പഴയതുപോലെ വലിയ ഉയരങ്ങളിലെത്തും. പണ്ടേ ചേട്ടൻ എപ്പോഴും പറയാറുള്ളതാ ഗൗതമിന്റെ കൂടെ ഒരു ബിസിനസ് ചെയ്യണമെന്ന്. അതിപ്പോ യാഥാർത്ഥ്യമായി. ഗൗതം, എന്നാ പിന്നെ പൂജ തുടങ്ങിയാലോ? തിരുമേനി, ഇനി ആരും വരാനില്ല, നമുക്ക് ചടങ്ങ് തുടങ്ങാം. സാർ, അപ്പൊ നമുക്ക് ചടങ്ങ് നടത്താം. ആ ശിലയെടുത്ത് കളത്തി വെച്ചോളൂ. ആ, വിധി, വാ. ഞാൻ മാത്രം പോരാ, അമ്മയും കൂടി ശിലയിൽ പിടിക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് നടത്തിയാൽ മതി മക്കളെ. അത് പോരാ, അമ്മയും വേണം. സാർ, സാറും കൂടെ വാ. తకధీం తకధీం దినకతానం తకధీం తకధీం దినకతానం తకధీం తకధీం